നമ്മുടെ അടുപ്പൂട്ടി ചാനൽ മീഡിയ വൺ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നൽകാൻ പോകുന്ന സന്ദേശം ഇവിടെ പിണറായി, അപ്പുറത്ത് സ്റ്റാലിൻ, അതിൻ്റെ അപ്പുറത്ത് മമതാ ബാനർജി, മൂന്ന് പേരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും വീണ്ടും മോദിയെ വിറപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ സംഭവിച്ചത് ബംഗാളിൽ മറ്റൊരു കഥയാണ്. ബംഗാളിൽ ചുവപ്പിൽ നിന്ന് തൃണമൂലിലേക്ക് ആളുകൾ പോയെങ്കിൽ അടുത്തത് കാവിയിലേക്കാണ് ജനങ്ങൾ വല്ലാതെ പോയിരിക്കുന്നത്. 200 സീറ്റിലധികം 290-ൽ 200 സീറ്റിലധികം പിടിച്ചുകൊണ്ട് ബംഗാൾ വളരെ കൃത്യമായി കാവി മത്സരിക്കുന്നതാണ്. ബംഗാൾ മോദി വേഴ്സസ് ദീദി ആയിരുന്നെങ്കിൽ മോദിയിലെ ദീയും ദീദിയിലെ ദീയും വെട്ടിപ്പോയാലും പിന്നെയും മോദി ഉണ്ട് എന്നുള്ള വളരെ പരിഹാസകരമായ ട്രോളുകൾ വരെ വന്നിട്ടുണ്ട്. ദീദിയെ പൂട്ടിയ ദാദ ആരാണ്? ആ ദാദ അവിടെ ഗുണ്ടാരാജാണ് പലപ്പോഴും നടക്കുന്നത്. ആ വെറുപ്പിച്ച ഗുണ്ടാരാജിനെ ജനങ്ങളുടെ ഇടയിൽ നടത്തിയ ഗുണ്ടാരാജ് ബംഗാളികൾക്ക് അവർ ഇഷ്ടപ്പെടുന്നില്ല. 2011 ഭരണം പിടിച്ച മമതാ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല ബംഗാളികൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. ഗുണ്ടകൾ, തൃണമൂൽ നേതാക്കളും ആയി വിഹരിച്ച പ്രാദേശിക ഗുണ്ടകൾ ജനങ്ങളുടെ സ്വൈര ജീവിതം തകർത്തിട്ടുണ്ട്. പോലീസ് കൂട്ടുനിന്നും അഴിമതിയും ജോലിക്കും സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങൾക്കുമെല്ലാം വലിയ കൈക്കൂലിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ആർ ജി കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാർ മാനഭംഗത്തിനിടയായ കൊല്ലപ്പെട്ടതടക്കമുള്ള സംഭവങ്ങൾ സ്ത്രീ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ടാക്കി. ഈ സ്ത്രീ സുരക്ഷയിൽ ആശങ്ക ഉണ്ടാക്കിയ സമയത്താണ് വിമൻസ് ബില്ല് തോറ്റുപോകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വനിതാ ബില്ല് പാർലമെൻറ്റിൽ വച്ചത്. ബംഗാളിനെ കണ്ടുകൊണ്ടാണ്. ബംഗാളിൽ മമതയെ അടിക്കാൻ വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ തോറ്റുപോകുമെന്നറിഞ്ഞെങ്കിലും പെട്ടെന്നൊരു ബില്ല് കൊണ്ടുവച്ച് ബില്ല് തോറ്റെങ്കിലും മോദി ജയിച്ചു. കൃത്യമായി ബംഗാളിലെ ജനങ്ങളോട് ഞങ്ങളിതാ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ സമരങ്ങളിലൂടെ മനം കവർന്ന മമതയോടുള്ള ആളുകളുടെ വൈകാരിക അടുപ്പവും വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരെ ഒഴിവാക്കി മമത ലളിത ജീവിതം നയിച്ചപ്പോൾ നേതാക്കൾ നയിച്ചത് വളരെ ആഡംബരമായ ഒരു ജീവിതമാണ് അവിടെ നേടിയത്. മുസ്ലിം വോട്ടുകൾ വല്ലാതെ ബംഗാളിൽ ഭിന്നിച്ചു. സിദ്ധാർത്ഥ ശങ്കർ റേയുടെ 77കൾക്ക് ശേഷം 70കളിലെ ക്ഷാമത്തിന് ശേഷം 77 വരെ സിദ്ധാർത്ഥ ശങ്കർ റേയും 77ൽ ജ്യോതി ബസു വന്ന് അവിടെ ചുവപ്പിച്ചെങ്കിൽ പിന്നെ അത് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലം വരെ 35 വർഷക്കാലം ബംഗാൾ ചുവന്ന് കിടന്നെങ്കിൽ, പാലഗുരു 7 തവണ ബംഗാൾ ചുവന്നെങ്കിൽ അതിനെ വെട്ടിമാറ്റിക്കൊണ്ടാണ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി, പുതിയ പാർട്ടി ഉണ്ടാക്കി ബംഗാളികളുടെ ദീദിയായി മാറിയത്. ആ ദീദിക്കാണിപ്പോൾ അവർ ദാദകൾ വഴി ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവായി BJP വോട്ട് വിഹിതത്തിൻ്റെ വർധനവ് 2021 38% 45% മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. തൃണമൂലിൻ്റെ വോട്ട് വിഹിതം 48-ൽ നിന്ന് 40% താഴ്ന്നിട്ടുമുണ്ട്. പക്ഷേ 8% കുറഞ്ഞപ്പോൾ 200 സീറ്റുകളിൽ അധികമാണ് BJP പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഹുമയൂൺ കബീറിൻ്റെ ആം ജനതാ ഉന്നയൻ പാർട്ടി മുർഷിദാബാദിൽ പിടിച്ച വോട്ടുകൾ തൃണമൂലിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. ഹുമയൂൺ കബീർ റജി നഗറിലും നൗദയിലും ജയിച്ചിട്ടുണ്ട്. ആരാണ് തോൽപ്പിച്ച ആൾ? മമതയെ തോൽപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. ജ്യോതി ബാസു കഴിഞ്ഞു, ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നു, പിന്നെ മമതാ ബാനർജി വന്നു. തോൽപ്പിച്ച ആളും ചെറിയ ആളല്ല. സുവേന്ദു അധികാരി എന്ന വളരെ പ്രധാനപ്പെട്ടൊരു നേതാവാണ് ഇദ്ദേഹം. മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിയെ പാർട്ടിയിൽ രണ്ടാമതായി ഉയർത്തി വന്നതിലെ നിരാശയാണ് സുവേന്ദുവിന് ഉണ്ടായിരുന്നത്. അപ്പോൾ സുവേന്ദു അധികാരി പാർട്ടിയിലെ രണ്ടാമനായി നിന്നപ്പോൾ അതിനിടയിൽ സ്വന്തം മരുമകനെ കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ട് ദീദിയുമായി ദാദ തെറ്റി. അങ്ങനെ 2020 അദ്ദേഹം BJPയിൽ ചേർന്നു. 6 വർഷമേ ആയിട്ടുള്ള BJPയിൽ ചേർന്നിട്ട്. പക്ഷേ അദ്ദേഹം വല്ലാതെ ദീദിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സിന്ദൂറിൽ ദീദി മത്സരിച്ചപ്പോൾ അവിടെ പോയി മത്സരിച്ച് തോൽപ്പിച്ചു. ഇപ്രാവശ്യവും ദീദി മത്സരിച്ച മറ്റൊരു മണ്ഡലത്തിൽ പോയപ്പോൾ അവിടെയും നിന്ന് മത്സരിച്ച് തോൽപ്പിച്ചു. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ ഭവാനിപ്പൂർ വിട്ട് സുവേന്ദുവിൻ്റെ തട്ടകമായ നന്ദിഗ്രാമിൽ മത്സരിച്ച മമത തോറ്റു. അപ്പോൾ ഭവാനിപ്പൂറായിരുന്നു അവരുടെ സിറ്റിംഗ് സീറ്റ്. മമതയുടെ ഭവാനിപ്പൂരിൽ നിന്ന് സിന്ദൂറിൽ വന്ന് മത്സരിച്ച് പക്ഷെ അവിടെ തോറ്റു.
77 സീറ്റുകളിൽ BJPയെ മുന്നിലെത്തിച്ചത് സുവേന്ദു ആയിരുന്നു. 55-കാരനായ സുവേന്ദു അധികാരി അവിവാഹിതനാണ് എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ട ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘപരിവാർ ലൈനിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഒരു മിനി മോദിയായി അല്ലെങ്കിൽ നമ്മുടെ ആസാമിലെ മാമയായിട്ടൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയുമുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. BJPയുടെ നേട്ടം തൃണമൂലിൻ്റെ നഷ്ടവും സുവേന്ദു അധികാരി എന്ന ഒരു മനുഷ്യൻ്റെ വലിയ വിജയമാണ്. മമതയെപ്പോലെ കോൺഗ്രസിൽ നിന്നാണ് സുവേന്ദു അധികാരിയും രാഷ്ട്രീയ അരങ്ങേറ്റം തൃണമൂൽ രൂപീകരിച്ചപ്പോൾ എത്തിയ പ്രമുഖരിൽ അദ്ദേഹം തുടക്കം കോൺഗ്രസ്സാണ്, അവസാനം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് പോയി, എന്നിട്ട് അവസാനം ബംഗാളിൽ 34 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കുന്ന പ്രധാന പങ്ക് വഹിച്ചതും നന്ദിഗ്രാം സമരത്തിൽ നേതൃത്വം നൽകിയതും സുവേന്ദുവാണ്. അപ്പോൾ ഈ സുവേന്ദു അധികാരി വളരെ പ്രധാനം, അതായത് മമതാ ബാനർജി കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സുവേന്ദു അധികാരി. അദ്ദേഹം മമതയുടെ വലിയ വിശ്വസ്തനായി മാറി. അതുകൊണ്ട് തന്നെ സുവേന്ദു അധികാരി രാഷ്ട്രീയ കരിയർ ഉറപ്പിച്ചത് മമതയിലൂടെ തന്നെയാണ്. എന്നാൽ 2006 കാന്തി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് വന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ലക്ഷ്മൺ സേത്തിനെ 1,07,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 2014 സീറ്റ് നിലനിർത്തി. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ബംഗര, പുരുലിയ, മാവോയിസ്റ്റ് ബാധിത വെസ്റ്റ് മിഡ്നാപൂർ, കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ മുർഷിദാബാദ്, മാൾഡ ജില്ലകളിൽ തൃണമൂലിനെ വളർത്തി. 16 നന്ദിഗ്രാമിൽ ജയിച്ച് മന്ത്രിയായി. അപ്പോൾ ചെറിയ ആളല്ല, വളരെ വലിയ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹമാണ് ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി. മിക്കവാറും അദ്ദേഹം തന്നെ ആയിരിക്കും, സുവേന്ദു അധികാരി. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ BJP ഭവനിൽ വെച്ച് വളരെ കൃത്യമായി മോദി ഒരു പ്രഖ്യാപനം നടത്തി. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ, കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തി. ഗംഗയാർ ഒഴുകുന്നത് ബീഹാറിൽ തുടങ്ങി ബംഗാളിലാണ് അവസാനിക്കുന്നതെങ്കിൽ അടുത്ത് ഞങ്ങൾ ബംഗാളായിരിക്കും പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിടിച്ചു ബംഗാൾ. എന്തായാലും സുവേന്ദു അധികാരി വലിയ ഭൂരിപക്ഷത്തിൽ, അവിടെ പിന്നെ ഈ കാലുമാറ്റോ റിസോർട്ടിൽ കൊണ്ടുപോകണം ഒരു പരിപാടിയുടെ ആവശ്യമില്ല, 200-ലധികം സീറ്റ് പിടിച്ചുകൊണ്ട് 294 സീറ്റുകളുള്ള അസംബ്ലി നിയോജക അസംബ്ലിയിൽ 200-ലധികം സീറ്റ് പിടിച്ചുകൊണ്ട് സുവേന്ദു അധികാരി ജൈത്രയാത്ര തുടരുന്നു. ഇതിൻ്റെ ചാണക്യ തന്ത്രം മെനഞ്ഞത് മുഴുവൻ അമിത്ഷായാണ്. 2 ആഴ്ചയാണ് നരേന്ദ്രമോദി തുടർച്ചയായി ബംഗാളിൽ ഉണ്ടായിരുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 10 രൂപ ബംഗാളിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ 10 രൂപ എന്ന് പറയുന്നത്, ബംഗാളിൽ സ്വാധീനം ചെലുത്തിയ 10 രൂപ ഏതെന്ന് ചോദിച്ചാൽ, അതായത് ബംഗാളിൽ ഒരു ദിവസം ഇതിനിടയിൽ ഈ പ്രചരണത്തിനിടയിൽ ജാൽമുറി കഴിക്കാനായി, ജാൽമുറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ്. കൊച്ചു നമ്മുടെ തട്ടുകട പോലുള്ള കുഞ്ഞു കടകളാണ് ജാൽമുറി കടകൾ. അത് വളരെ വ്യാപകമായിട്ട് ബംഗാളിലുണ്ട്. അതിലൊരു ജാൽമുറി കടയിൽ പോയി ജാൽമുറി ബേൽപൂരിയുടെ വേറെ ജാൽമുറി കടയിൽ പോയി ജാൽമുറി വാങ്ങി മോഡി കഴിക്കുന്നുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ ഫോളോവേഴ്സായി വന്നൊരു വീഡിയോ ആണ്. കഴിക്കുമ്പോൾ അയാൾ പൈസ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം നരേന്ദ്രമോദി 10 രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അദ്ദേഹം തൊഴുത് വലിയ സന്തോഷത്തിൽ പോയി. ഇത് അവിടുത്തെ സാധാരണ കർഷകരുടെ ഇടയിൽ, സാധാരണ മനുഷ്യരുടെ ഇടയിൽ, ബിസിനസ്സുകാരുടെ ഇടയിൽ, പെട്ടിക്കടക്കാരുടെ ഇടയിൽ, വളരെ സാധാരണക്കാരുടെ ഇടയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്, വളരെ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ 10 രൂപയുടെ ജാൽമുറി കൂടി ചേർത്തിട്ടാണ് മമതയെ വീഴ്ത്താൻ മോദി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. വലിയ തന്ത്രങ്ങളും ചെറിയ തന്ത്രങ്ങളും, വലിയ മീനും നെത്തോലുമുള്ള ചെറിയ മീനും എല്ലാം ഇറക്കിയിട്ടാണ്. അതുപോലെ തന്നെ അമ്പലത്തിൽ മോദി വന്നാൽ അല്ലെങ്കിൽ BJP വന്നാൽ വെജിറ്റേറിയനെ കഴിക്കാൻ പറ്റൂ, നോൺ വെജ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ പോയി മത്സ്യം കൊടുക്കുന്ന, അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ പണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന് പ്രശ്നമുണ്ടായപ്പോൾ മത്സ്യവും പൂവും ഒക്കെ കൂടി കൊടുത്തു, അങ്ങനെ രോഗം മാറിയെന്നൊരു കഥയുണ്ട്. അവിടെ നിന്ന് മത്സ്യമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആ അമ്പലത്തിൽ പോയി മത്സ്യം കയ്യിൽ വാങ്ങിയ, പൂജയ്ക്ക് കിട്ടിയ മത്സ്യം കയ്യിൽ വാങ്ങിയ, ബീഫും ചിക്കനും മട്ടനുമൊക്കെ കഴിച്ച് പ്രചരണം നടത്തിയ BJP എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചു. വെജിറ്റേറിയൻ എങ്കിൽ വെജിറ്റേറിയൻ, ജാൽമുറി എങ്കിൽ ജാൽമുറി, നോൺ വെജ് എങ്കിൽ നോൺ വെജ്, ജാതി എങ്കിൽ ജാതി, ഗുണ്ടാരാജ് എങ്കിൽ ഗുണ്ടാരാജ്, തല്ലിന് തല്ല്, പല്ലിന് പല്ല്, നഖത്തിന് നഖം, എല്ലാ പയറ്റി അവസാനം മോദി അവിടെ ജയിച്ചു. സുവേന്ദു അധികാരി മുഖ്യമന്ത്രി ആകുന്നു. അങ്ങനെ ബംഗാൾ കാവ്യണിയിൽ